നമ്മളിപ്പോൾ ഒരു തേങ്ങ നോക്കാൻ വരുന്നത് കുറേ നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറമ്പിലോട്ടേ തേങ്ങ ഉണ്ടാകുന്ന നോക്കാം. തെങ്ങൊക്കെ പോയി തുടങ്ങി, പക്ഷെ എന്നാലും തേങ്ങ നോക്കാമെന്ന് വെച്ചിറങ്ങിയതാണ്. ഇതിൻ്റെ തേങ്ങ ഇവിടെ ഇവിടെ നിന്നോ കേട്ടാ, ഞാനിപ്പോൾ കറങ്ങിയിട്ട് വരാം. അത് കുലിക്ക് തിരക്ക് തേങ്ങ ഉണ്ടാന്ന് നോക്കാനായിട്ടേ. ഞാനിവിടെ വേറെ കാര്യത്തിന് വന്നേക്കുന്നത്. ഞാൻ ഓടി വന്നിട്ട് പൂത്തിട്ടുള്ളൂ ആയിട്ടില്ല. ആകെ കാട് പിടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ പണ്ടത്തെ മാവാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായി പണ്ട് ഈ മാവിൻ്റെ. പക്ഷേ ഈ വീഡിയോ ഒക്കെ ഇപ്പം ഇതൊക്കെ ഔട്ടായി. ഇങ്ങനെ നടക്കും. അത് ഇതിലേ പോയി അതിലേ വരാൻ, എന്നാൽ അതിലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇതിലേ അങ്ങോട്ട് പോയിട്ട് ഇത് അവിടെ ചെന്ന് നോക്കാം. ഇതിലേ ക്രോസ് ചെയ്തിട്ട് ഇത് അവിടെ ചെന്ന് കയറാം. ഇതിലേ ക്രോസ് ചെയ്തിട്ട് നമ്മളിത് അവിടെ ചെന്ന് കയറാം. അവിടെ കാട് പിടിച്ചേക്കണം. അപ്പോൾ അത് ഒരു കിളി പറഞ്ഞുകൊണ്ട് കണ്ട, ഇത് മൊത്തം തെങ്ങുണ്ടായതാണ് നല്ല അടിപൊളിയായിട്ട്. പക്ഷേ ഇതൊക്കെ പോയി. ആ മൂലയ്ക്ക കണ്ട, എല്ലാത്തിൻ്റെ തല പോയി. ഇവിടെയൊക്കെ കണ്ട എല്ലാത്തിൻ്റെ തല പോയൊക്കെ കണ്ട. കുറേ തെങ്ങുകൾ പോയി. ഒരുപാട് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് പോയി. പശുവിനെ കെട്ടിയിട്ടുണ്ടായത് പുല്ല് കയറി. ഇതൊക്കെ പയറിട്ടിരുന്നതാണ്, പക്ഷേ ഈ 2 വർഷമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഗെയിലിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. ഗെയിലിൻ്റെ മറ്റേ എന്താ പറയുക, പമ്പ് ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമില്ലേ, സെക്ഷനായിട്ട് വെച്ച കാടാണ്ടോ, കൊടുങ്കാടാണ്ടോ. കൊടുങ്കാടെന്ന് വെച്ചാൽ കൊടുങ്കാടാണ്. പമ്പുണ്ടാകുന്നറിയില്ല. തേങ്ങ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഒത്തിരി തേങ്ങ ഉണ്ട്, പക്ഷെ തെങ്ങ് കയറിയിട്ടുണ്ടായില്ല. അതാണ് തെങ്ങ്. ഇവിടെ ഒരു തോട് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെ തോടുണ്ട്. തേങ്ങ ഉണ്ടാകുന്ന തെങ്ങും തൈയൊക്കെ മുളച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തേങ്ങ ഉണ്ട്. അത് കുഴപ്പമില്ല. ചെറിയ വെട്ടിക്കളയണം, അതിൽ പറ്റിയിട്ടില്ല. അവിടെ ഒരു വാക്കത്തേക്കുന്നിട്ട് ഒരു തേങ്ങയുണ്ട്. പിന്നെ 2 തേങ്ങ അവിടെ കിടപ്പുണ്ട്. ഇതേപോലത്തെ കാട മോനെ. വാക്കത്തിരിക്കട്ടെ, വാക്കത്തിരിക്കട്ടെ. പേടിയാവണ്ടാവും. ഇത് ഇവിടെ ഒരു അപ്പുറത്ത് ഈ പറമ്പിൽ മാഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്ന് വീണതാണ് കണ്ടേ. അപ്പോൾ ഇവിടെ മൊത്തം മാഞ്ചിയ മുളച്ച്. ഇതൊക്കെ എല്ലാ കൊല്ലം ഒന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ തേങ്ങ ഉണ്ട് കണ്ട. ഇതിൻ്റെ മുകളിൽ, പക്ഷേ കുറേ തെങ്ങുകൾ പോയി. മടക്കാറ് ശരിക്കും കാണുമ്പോൾ പേടിയാവും കേട്ടോ. അത് പിന്നെ എനിക്ക് പേടിയാവും. ഇതിവിടെ ഒരു തേങ്ങ കിടപ്പുണ്ടല്ല, ചാക്ക് വന്നിട്ട് എടുക്കാം. ഇവിടെ കായക്കൊലയൊക്കെ പഴുത്ത് പോകാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് കുറേ കാലേ. ഇവിടെ കുറേ അടക്കടപ്പുണ്ട് കേട്ടോ. കുറേ അടക്കടപ്പുണ്ട്. അടക്കകൾ കുറേ കിടപ്പുണ്ട്. കുറേ കിടപ്പുണ്ട്. ഇടയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് പോവില്ല. എൻ്റെ മുകളിലോട്ട് അടക്കാരത്തുമ്പോൾ ഇവിടെ കുറച്ച് അടക്കാരങ്ങൾ ഉണ്ടായിരുന്നാണ്. പക്ഷേ അത് മേഘം നിറച്ച് അടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടായിരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറേയൊക്കെ പോയി, കാറ്റത്ത് ഒടിഞ്ഞു പോയി. ഇത് വാഴയൊക്കെ പണ്ട് വെച്ചേക്കണ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തേങ്ങ കിടപ്പുണ്ട്. തേങ്ങ അത്ര നല്ലതല്ല.
ഉണ്ട്. അതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഉണ്ട്, നല്ലോണം പഴുത്തെടുപ്പുണ്ട് ഇടയ്ക്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പഴുത്തെടുപ്പുണ്ട് ഉണ്ട്. അതിൻ്റെ മുകളിലുണ്ട് എടുക്കുക, അതോ അതിൻ്റെ മുകളിലുണ്ട് എടുക്കാം. പഴുത്തെടുപ്പുണ്ട് അതിൻ്റെ മുകളിൽ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരിടയ്ക്ക് പഴുത്തുകൊണ്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലോട്ട് തെങ്ങുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വഴിയുണ്ട്. പേടിയാവുമ്പോൾ കാട് പിടിച്ചേക്കണത് കുറേ. പണ്ട് ഇത് ക്ലിയർ ചെയ്തിട്ടിരുന്നുണ്ട്, പക്ഷെ പിന്നീട് പിന്നെ കുറച്ചാളായിട്ട് വരാഞ്ഞിട്ട് ഇതിന് പോകാറില്ല. ഇവിടെയൊക്കെ ഇല്ല. അവിടെ തെങ്ങമ്മ കിടപ്പുണ്ട്, തേങ്ങ കിടപ്പുണ്ട്, അങ്ങനെയാണ് കിടക്കുന്നത്. അതിനവിടം വരെ പോകാനായിട്ട് അവിടെ ഇല്ല. അവിടെ ഒരു തെങ്ങമ്മ ഉറുമ്പ് കടിച്ചില്ല, ഉറുമ്പ് കടിച്ച് അതിലെപ്പോഴും പോകണം. ഓട്ടെ, അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ ഇപ്പോൾ ഇല്ലാണ്. ചിലപ്പോൾ പാമ്പുണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പയറിട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ തവണ 2 വർഷമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ. ഓടാ, അതിവിടെ നല്ലൊരു ഈ ഉറുമ്പാണ് എന്നെ പിടിച്ച് കടിച്ച്. പുളിയുന്ന ഉറുമ്പ് കണ്ട് ചുമ്മാർ ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാടി വരാനത്. ഇപ്പം തന്നെ ഞാൻ അവിടെ ഒരു കൂട്ടുണ്ട്, മാറാണ് എന്നെ പിടിച്ച് കടിച്ച്. അപ്പോൾ ഇത്രയും സെക്ഷനിലാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമ്മൾ പോയുള്ളൂ, അറ്റത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നാലും അവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നമുക്ക് തേങ്ങ കിട്ടി, പക്ഷേ തോട്ടിലൊക്കെ ആയിട്ട് വീണ് എടുക്കണം. അപ്പോൾ വേറൊരു ദിവസം വന്ന് ഇനി പെറുക്കിയെടുക്കണം. അപ്പോൾ അടക്കയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വന്ന് പെറുക്കണം, വാഴക്കൊലയും കാണണം.